ഇത് അച്ഛൻ ഈശ്വരപിള്ള. ഇത് അമ്മ ദേവകി തമ്പുരാട്ടി. പാചകക്കാരൻ ഈശ്വരപിള്ളയുടെ കൂടെ കോവിലകത്ത് നിന്ന് ഇറങ്ങിപ്പോന്നതാ. ഇതാണ് ഡോക്ടർ ജ്ഞാനൻ. അടുത്തേക്കുന്നത് അയാളെ വിലക്കെടുത്ത നിർമ്മല കൊച്ചമ്മയെ. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. പണത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല. കഷ്ടം ഞങ്ങളുടെ അമ്മയുടെ കാര്യമാണ്. പകലങ്ങ് പ്രാർത്ഥനയാ. ഇനി നടത്താൻ വഴിപാടുകളൊന്നുമില്ല. മീരയ്ക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ, അമ്മ അത് ചെയ്തോളൂ. മുത്തശ്ശി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മുടിയേറ്റ് നടക്കുമ്പോ ഭദ്രകാളിയോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. മുടിയേറ്റെങ്കിൽ മുടിയേറ്റ്. പക്ഷെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഡോക്ടർ അദ്ദേഹത്തിനും ഭാര്യയ്ക്ക് അതൊക്കെ പുച്ഛാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അഡ്വാൻസ് ആയിട്ട് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്താ? ഉണ്ണിക്കുഞ്ഞിന്റെ കൂടെ ഏതാ കൊച്ച്? എന്തായാലും രണ്ടുപേർക്കും നല്ല ചേർച്ചയുണ്ട് അല്ലേ ഏട്ടാ? ചുമ്മാരി ഇതെന്തുവാ ഉണ്ണിക്കുഞ്ഞ്? ഇത് മുടിയേറ്റ് കാളിയും കൂളിയും. കുഞ്ഞിൽ ചേച്ചിക്ക് മനസ്സിലായില്ലേ? മിലിറ്ററി ചേട്ടനത്ത് പറഞ്ഞു കൊടുക്ക്. വേണ്ട വേണ്ട, കൊറേയൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവും ഇല്ലയോ ചേച്ചി? എന്റെ പേര് മീരാന്ന. ഇത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുടെ ഏക സന്തതിയാണ്. അച്ഛാ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവാൻ കാളിയെ സ്വാധീനിക്കാൻ വന്നതാ. പിന്നെ കാളിയെ സ്വാധീനിച്ച അച്ചിട്ട ഇങ്ങോട്ട് നോക്കി. ഇത് കണ്ടോ? ഇവിടെ വയറ് കണ്ടോ? എന്തോ ചേട്ടാ മോളെ അപ്പൊ മാരേജിങ് ആണോ? ഇല്ലല്ല, കഴിക്കും. അയ്യോ, അതാ ശ്രീമന്ദിരത്തെ സരസ്വതിയാ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴാ കാളിയമ്മ അനുഗ്രഹിച്ചത്. എന്നാലും ആ ഡോക്ടർക്കും മണ്ണുമ്പിളയ്ക്കൊന്നും വരാൻ തോന്നിയില്ലല്ലോ. ദേ ചേച്ചി മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കേ, ഒരു കുഞ്ഞിനെ തരാൻ. അയ്യോടാ, അത് നമ്മുടെ എരിശ്ശേരിയല്ലേ? അച്ഛന്റെ ഒരു ശിങ്കിടിയാ. നിന്ന് ചിരിക്കാതെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാക്കാം. നല്ല കുട്ടിയാ. നീ എന്തോന്നായി പിച്ചും പേയും പറയുന്നേ? അവന്റെ MD-യുടെ മോളാ. ആഹാ, അപ്പൊ നീയും അവനും ഒക്കെ കൂടെ എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ? ആരുറപ്പിച്ചാൽ എന്താ, എല്ലാം വിധി പോലല്ലേ നടക്കൂ. നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ? ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പരദൈവങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമഴ്ത്തിയാൽ എന്താ? നമുക്ക് കമത്താന്നേ. ഇതെന്ത് മുതുകൂത്താ? വയസ്സായി വരുമ്പോഴാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ ഉരുളിയാവത്തന്നെ. അത് നിങ്ങൾ കമഴ്ത്തിട്ട് എന്താ കാര്യം? നിർമ്മലയ്ക്ക് തോന്നണം. രാമകൃഷ്ണൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ല. ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു നോക്കാം. നാളികേരം 350. നാളികേരം 350. തോർത്ത് 3. തോർത്ത് 4. തോർത്ത് 4? ആ, അതെന്തിനാ? ഒരെണ്ണം അരയക്കട്ടെ. അരേ നീ ഒരു കറുത്ത ഇരട്ടം കിട്ടിയാ മതി. ആ ഉണ്ണി സാറേ, ഇളയവനാ. ഇനി അങ്ങോട്ട് കല്യാണ സീസണാ.
അതിനെ ഉടനെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച ദഹനക്കാരൊക്കെ തെണ്ടി പോകത്തില്ലയോ? ഈർവാണം അടിക്കാതെ പാത്രങ്ങളുടെ ലിസ്റ്റ് എഴുത്. ചെമ്പ് 5, ചെമ്പ 5, വാർപ്പ് ചെറുത് 4. വാർപ്പ് ചെറുത് 4. ആള് ശുദ്ധരാ. ഇവിടെ കേട്ടില്ല. ഇവിടെ പറഞ്ഞതാ. ആള് നല്ലവനാ, പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല. മറ്റവനകത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ആ പുഞ്ചിരിക്ക് ഇനി ഉറക്കളയ്ക്കാനൊന്നും പറ്റില്ല, അറിയാലോ. ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ പകലൊരു അന്തരവളാ. ഇപ്പൊ വയറ്റിലുണ്ട്. ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക. മിലിറ്ററി ചേട്ടന്റെ വരുത്തുപോക്ക് കൊണ്ട് സംഭവിച്ചതാ. ഉരുളി 5, കുത്തിയട്ടെ 3, കുഴച്ചിട്ട് 2. ഇയാൾ ഇടയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ. ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട്, കൈപുണ്യം കുറവല്ല. അല്ല എന്ന് വെച്ചാൽ അഹങ്കരിക്കൊന്നും വേണ്ട, കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടി വരും. കണ്ണാപ്പ എത്ര വേണം? 1. അണ്ടാവു വലുത് 5. എഴുതണോ? പിന്നെ എഴുതാണ്ട് ശരിയാ, എഴുത്. നീ വയ്ക്കൂ. ഇവൻ ഇതൊക്കെ ഇഷ്ടാ. മൂത്തവൻ അങ്ങനല്ല, പെണ്ണും പിള്ളേം വീട്ടുകാരും മറന്നെടുത്ത് ഉള്ളുന്നവനാ. അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു സഹകരണവും ഇല്ല. വേണ്ടെന്ന് ഞാനും അങ്ങ് വെച്ചു. അടുക്ക് പാത്രം 7. ഉണ്ണിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ താല്പര്യമുണ്ടോ? അയ്യോ, എന്താ സാർ ഇത്? അതിപ്പോ ഒന്ന് കറങ്ങിയിട്ട് വരാനാണെങ്കിൽ. ആ, ഉണ്ണി ഇരിക്കെ. ഇറ്റ്സ് ഓൾ റൈറ്റ് സാർ. ഇരിക്കടോ. ഹലോ, ഞാൻ വെറുതെ ചോദിച്ചതല്ല. ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിഗ്രി എടുക്കരുത്. ഇനിയും ചുമ്മാ പഠിക്കാന്ന് വെച്ചാ മടുത്ത് സാർ. വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം? ഡിഗ്രിക്ക് വേണ്ടിയിട്ടല്ലടോ, കുറച്ച് അറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ തനിക്കൊരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ. ചിരിക്കണ്ട, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആ സ്ഥാപനം പൊളിയത്തേ ഉള്ളൂ. എനിക്ക് ഭ്രാന്തം പിടിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് മാനേജ്മെന്റും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത്. താൻ പോണം. താന്റെ സകല എക്സ്പെൻസും കമ്പനി വഹിക്കും. സാറിനോട് ക്ഷമിക്കണം. ബിസിനസ്സും നശിച്ച ഡിഗ്രിയും പിന്നെ കമ്പനിയോടുള്ള ഓബ്ലിക്കേഷനും ഒക്കെ ശരിയാവില്ല സാർ. ഐ എം ടോട്ടലി അൺഫിറ്റ്. പെട്ടെന്ന് അങ്ങനെ പറയാതെ തിങ്ക് ഓവർ ഇറ്റ്. പിന്നെ പറ്റിയ ഒരാളിന്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം. മീര. പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല. ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മദാമയം കെട്ടി ഞാനിങ്ങി പോരും. അപ്പോഴെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. എന്നും ഇങ്ങനെ ഇരിക്കുവോ? പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ? അതോ വാശിക്ക് പോയൊരു സായിപ്പിനെ കിട്ടൂ? അതോ കയറെടുത്ത് കഴുത്തെ കിട്ടൂ? നല്ലേ, ചന്ദ്രപിള്ള എന്ന് പറയുന്ന CPയോട് പോയി പറ വേറെ പണി നോക്കാൻ. മോളെ കെട്ടാൻ പോകുന്നവന് നിലയും വില ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ടിൽ ഡിഗ്രിയും തേങ്ങാക്കൊലയും. അതിനെ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം. കാശും പുത്തനൊന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വഭാവം അറിഞ്ഞിട്ടില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇവിടെ ഇഷ്ടം തോന്നിയതാ. മനസ്സിലായോ? ഒച്ചയും ബഹളവും കൊടുങ്കാറ്റ് പോലെ. എന്തിനാ ഇത്? ഇതാണ് പ്രേമം. ഉണ്ണികൃഷ്ണൻ മീരയെ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലാണ്. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു പോവല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, മന്ദമാരുതനായിക്കളയാം. തഴുകിക്കോട്ടെ. എന്താ ഇങ്ങനെ തഴുകിക്കോട്ടെ? ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ട. ഞാനതങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതെ, തഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചേ. വേഗം. ഏയ്, എന്റെ ബുക്ക്. ഞാൻ മറന്നതൊന്നുമല്ല, വിളിക്കുന്ന എനിക്കറിയായിരുന്നു. പുസ്തകം ഇനി വേണമെങ്കിലേ ഞാനൊരെണ്ണം എഴുതരാം. പാചകത്തെ കുറിച്ചായിരിക്കും. എന്താ പാചകം അത്ര മോശമാണോ? എനിക്കെങ്ങനെ അറിയാം? ഇവിടുന്ന് പാചകം ചെയ്ത് ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നാലേ പിറന്നാളാവുമ്പോ പറ.